ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം, അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക, എന്നിട്ട് ആ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു കാര്യം നടക്കാനായിട്ട് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു കാര്യമാണോ, അത് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നല്ലതിന് വേണ്ടിയിട്ടാണോ, അത് എന്നും നിലനിൽക്കുന്ന ഒരു കാര്യമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. ആരെങ്കിലും ഫേസ്ബുക്കിലെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു നിമിഷം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, ഞാൻ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ എനിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ആ ഒരു കാര്യം എനിക്ക് നടക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു കാര്യം നടക്കുമോ, യെസ് ഓർ നോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ് ആണെങ്കിൽ അതെന്തുകൊണ്ട്, നോ ആണെങ്കിൽ അതെന്തുകൊണ്ട്, അതിൻ്റെ ആൻസറും കൂടി നമ്മൾ നോക്കുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ആ ഒരു കാര്യം നടക്കുമോ, യെസ് ഓർ നോ എന്നുള്ളൊരു കാര്യമാണ്. ഹാങ്ഡ് മാൻ ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളൊരു കാർഡ്. ഓക്കെ, 9 ഓഫ് കപ്സ് കിട്ടുന്നുണ്ട്, ഏസ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ, പേജ് ഓഫ് പെൻഡക്കിൾസ്, then ക്യൂൻ ഓഫ് കപ്സ്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ്, 4 ഓഫ് കപ്സ്, ദ എംപറർ കാർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്, 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ, പിന്നെ നമുക്കിവിടെ വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസിന്റെ കാർഡാണ്. അപ്പോൾ ഇനി നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കാം. മാസ്റ്റർ കാർഡ് നമുക്ക് വന്നിട്ടുള്ളത് 7 ഓഫ് വാൻഡ്സ് ആണ്. ഓക്കെ, 7 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം എന്താണെങ്കിലും ആ ഒരു കാര്യം യെസ് ആണോ അതോ നോ ആണോ എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ 9 ഓഫ് കപ്സിന്റെ ഒരു കാർഡ് വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ആ ക്വസ്റ്റ്യനുള്ള ആൻസർ കിട്ടുന്നുണ്ട്. 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വിഷ് ഫുൾഫിൽമെന്റ് കാർഡാണ്. നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നു എന്നുള്ളൊരു കാർഡാണ്. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വലിയ ആഗ്രഹം, അത് യെസ് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അത് പൂർത്തിയാകാനായിട്ട് വളരെയധികം സാധ്യതകളാണ് നമുക്കിവിടെ 9 ഓഫ് കപ്സ് കാണിച്ചു തരുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏസ് ഓഫ് സോഡ്സിന്റെ ഒരു കാർഡ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്താണോ അത് പൂർത്തിയാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുറേയേറെ സംശയങ്ങൾക്ക് ഒരു വ്യക്തത ലഭിക്കും എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ മറിഞ്ഞിരിക്കുന്ന സത്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പുറത്തു വരും. ഒരു നിർണായക സംഭാഷണമോ തീരുമാനമോ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത്. പിന്നെ ഏസ് ഓഫ് പെൻഡക്കിൾസിലേക്ക് വരുമ്പോൾ ഒരു പുതിയ തുടക്കമാണ് ഏസ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ രൂപം കൊള്ളുന്ന നിങ്ങളുടെ മുന്നിലേക്ക് യഥാർത്ഥമായിട്ട് ജെനുവിനായിട്ട് വന്നെത്തുന്ന ഒരവസ്ഥ, ഒരു പുതിയ തുടക്കത്തിനുള്ള ഒരു സ്റ്റാർട്ട്, അതെപ്പോഴും ഒരു സ്ഥിരതയുള്ള ഒരു സക്സസ് ഉള്ള ഒരു ഫലം തന്നെയായിരിക്കും നിങ്ങൾക്ക് നൽകുക. അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കുറച്ചു നാളത്തേക്ക് മാത്രം കിട്ടിയിരുന്ന ആ ഒരു സമാധാനമായിക്കോട്ടെ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഗ്രോത്ത് ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു കാര്യം കുറച്ച് സമയത്തേക്ക് മാത്രം നിങ്ങൾക്ക് കിട്ടി, അതിനുശേഷം അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയായിരിക്കും. ഇപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഇനി ആ ഒരു ഏസ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു കാര്യം എന്താണെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ആ ഒരു കാര്യം നടന്നതിന് ശേഷം അത് സ്ഥിരമായിട്ടും നിങ്ങളോട് ഒപ്പം തന്നെ ആ ഒരു കാര്യമാണ്. സക്സസ് ആണ്, ഫൈനാൻഷ്യൽ ഗ്രോത്ത് ആണെങ്കിൽ അത് നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. പിന്നെ അവിടെ ഒരു ഫോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യം എന്താണോ ആ ഒരു കാര്യത്തിന് യെസ് എന്നുള്ള എനർജിയാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഒരു കാര്യം നിങ്ങളുടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുവാണെങ്കിൽ, ഒരു പേഴ്സൺ ആയിരിക്കാം. ആ ഒരു പേഴ്സൺ ഇനി തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ? ഇപ്പോൾ നിങ്ങളുമായിട്ട് ചിലപ്പോൾ സെപ്പറേഷനിലായിരിക്കാം. ഇനി നിങ്ങളിലേക്ക് വരാനായിട്ട് യാതൊരു ചാൻസസും ഇല്ലാതെ നിൽക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉള്ള എനർജീസ് ആയിരിക്കാം.
എങ്ങനെയാണെങ്കിലും ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ യെസ്, ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്ന് ഞാനിവിടെ ഓൾറെഡി ഈ ഒരു കാർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ വരും എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ പലപ്പോഴും ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ വന്ന് ഇങ്ങനെ പോകുന്ന ഒരു പേഴ്സൺ ഒക്കെ ആയിരിക്കാം. പക്ഷെ അങ്ങനെ വന്നു പോയി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഡൗട്ടാണ്, ഈ ഒരു പേഴ്സൺ ശരിക്കും എൻ്റെ ഡെസ്റ്റിനിയിലുള്ള ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ എൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു പേഴ്സൺ ഇനി വരാനിരിക്കുന്ന പേഴ്സൺ ആണോ എന്നൊക്കെ ചിന്തിക്കുക. അല്ലെങ്കിൽ എനിക്ക് ഇനി ചിലരാണെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു കരിയർ ഒക്കെ സെലക്ട് ചെയ്ത വ്യക്തികളാണെന്ന് വിചാരിക്കാം, ഫോർ എക്സാമ്പിൾ. അപ്പോൾ ഈ ഒരു കരിയർ തന്നെയാണോ ഞാൻ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ആയിരുന്നോ ഞാൻ ചെയ്യേണ്ടിയിരുന്നത്, ഇതെൻ്റെ ഡെസ്റ്റിനിയിലുള്ളതാണോ, അല്ലെങ്കിൽ ഞാൻ ഇനി ശരിക്കുള്ള എൻ്റെ ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജോബിലേക്ക് പോകേണ്ടതാണ്, അങ്ങനെയൊക്കെയുള്ള ആ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലൂടെ പോകുന്ന ആളുകളുണ്ട്. അവർക്ക് ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു കാര്യമാണോ, ഇപ്പൊ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം എന്താണെങ്കിലും അത് യെസ് എന്നുള്ളതാണ് ആൻസർ നമുക്ക് കിട്ടുന്നത്, അത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഉള്ളതാണോ, എന്ന് നിങ്ങളോടൊപ്പം ഉള്ളതാണോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ വീൽ ഓഫ് ഫോർച്യൂൺ ഒരു കാർഡ് നമുക്കിവിടെ വളരെ പ്രധാനമാണ്. ഈ ഒരു കാർഡ് സാധാരണ വിധി, കർമ്മ, ജീവചക്രം, മുൻകൂട്ടി നിശ്ചയിച്ച ചില സംഭവങ്ങൾ എന്നിങ്ങനെ കാര്യങ്ങളൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നത് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു പ്രധാനമായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാനായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടും ഉണ്ടാകാം. ഈ ഒരു അനുഭവം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഒരു ജോലി, കാര്യങ്ങൾ എന്തുമായിക്കോട്ടെ, ആ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതപാതയിൽ ഒരു സ്വാധീനം ചെലുത്തും മുന്നോട്ടേക്ക് പോകാൻ എന്നതാണ്. ചില സംഭവങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിന് പുറത്തായിരിക്കാം, പക്ഷെ സമയമാകുമ്പോൾ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും മുന്നോട്ടേക്ക് നീങ്ങും. അപ്പോൾ ഇപ്പൊ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനിയുടെ ഒരു ഭാഗമാണ്, നിങ്ങളുടെ വിധിയിലുള്ളതാണ്. ആ ഒരു കാര്യം നിങ്ങളിലേക്ക് തന്നെ വന്നെത്തും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എത്ര വൈകിട്ടാണെങ്കിലും ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരും. പിന്നെ അത് എന്തുകൊണ്ടാണ് വൈകുന്നത് എന്ന് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹാങ്ഡ് മാൻ, അതുപോലെ തന്നെ 4 ഓഫ് കപ്സിന്റെ ഒരു കാർഡ് കാണാൻ പറ്റുന്നുണ്ട്. ഈ രണ്ട് കാർഡും ചേർന്ന് പറയുന്നത് കാര്യങ്ങൾ ഇപ്പോൾ ഒന്ന് സ്റ്റക്ക് ആയിരിക്കുന്ന പോലെ നമുക്ക് തോന്നാം. നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു മറുപടി ആയിരിക്കാം, അല്ലെങ്കിൽ ആ കാത്തിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ആ കാത്തിരിക്കുന്ന നിങ്ങൾ ഒത്തിരി കാത്തിരിക്കുന്ന, ഒത്തിരി സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ആ ഒരു വ്യക്തിയായിരിക്കാം. ഇവരിൽ നിന്ന് ഒരു വ്യക്തത കിട്ടാതെ ഇരിക്കുന്ന ഒരു സംഭവമായിരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യൂണിവേഴ്സ് നിങ്ങളെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ പഠിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനും നിങ്ങളുടെ ലൈഫും പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു ജോലി, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഓപ്പർച്യൂണിറ്റി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴല്ല, പക്ഷെ ശരിയായ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ആ ഒരു സംഭവം എത്തും എന്നുള്ളതാണ്. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അത് വൈകുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എന്തായാലും ആ ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്നുള്ളത്. പിന്നെ ഈ ഒരു തടസ്സങ്ങൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 5 ഓഫ് കപ്സ് ഉണ്ട്. അത് നമ്മുടെ പാസ്റ്റിലെ ആ ഒരു നിരാശകളാണ് കാണുന്നത്. പാസ്റ്റില് മുന്നേ സംഭവിച്ച വേദനകളാകാം, നഷ്ടബോധങ്ങളാകാം. ഇതും നടക്കില്ല എന്ന രീതിയിൽ എപ്പോഴും ഈ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇതൊക്കെ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് എന്ന രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്, അത് ഓർത്ത് പേടിക്കുന്നുണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു തടസ്സമായിട്ട് വരുന്നുണ്ട്. ഈ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു കാര്യം നടക്കാതിരിക്കാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. 7 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ റിലേഷൻഷിപ്പിന്റെ ഒക്കെ കാര്യത്തിലേക്ക് വരുമ്പോൾ പോരാടേണ്ടതായിട്ട് വരും എന്ന് പറയേണ്ടി വരും. അപ്പൊ എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങളുടെ നിലപാട് എപ്പോഴും ഉറച്ച ഒരു നിലപാടിൽ നിങ്ങൾ നിൽക്കാനായിട്ട് ശ്രമിക്കണം. അതായത് കാര്യങ്ങൾ നടക്കാനായിട്ട് ഒരു സാധ്യതയുണ്ട്, പക്ഷെ പകുതി വഴിയിലൊക്കെ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകണം. അതൊരു പരീക്ഷണമാണ് എന്ന രീതിയിൽ നിങ്ങൾ കണ്ട് ഒട്ടും പുറകോട്ടേക്കില്ലാതെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ മനസ്സുമടുത്ത് അവിടെ വെച്ച് ഉപേക്ഷിച്ച് പോകാവുന്ന ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും ആ ഒരു ഇതിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നൊരു കാര്യം മനസ്സിലാക്കാം. പിന്നെ ആ ഒരു വ്യക്തിയുടെ എനർജിയിലേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കിവിടെ ക്യൂൻ ഓഫ് കപ്സ് ഉണ്ട്, നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്. ഇത് ഫീലിങ്സുകൾ, കരുതല്, സ്നേഹം, കെയർ, അതുപോലെ സൗമ്യത, സൈലൻസ്, ഇതിന്റെയൊക്കെ ഒരു ഊർജ്ജമാണ്. അപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യത്തില് ഫീലിങ്സ് പരമായ ഒരു ബന്ധമോ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ആഗ്രഹമോ ഒക്കെ ഇവിടെ ശക്തമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ എംബറൽ കാർഡ് കാണിക്കുന്നത് ഒരു സമയത്ത് പ്രായോഗികതയും ഉത്തരവാദിത്തത്തിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നു നിങ്ങൾ എന്നുള്ളതാണ്. അപ്പൊ വികാരങ്ങൾ മാത്രം മതിയാവില്ല, ഒരു ഉറച്ച തീരുമാനം എപ്പോഴും ആവശ്യമായിട്ട് വരുള്ളൂ. അപ്പൊ വികാരങ്ങളുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹമുണ്ട്, ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് ഒത്തിരി ആഗ്രഹമുണ്ട്, ആ ഒരു കാര്യത്തിനെ നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, അത് ലൈഫിൽ വരാനായിട്ട്
ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ട ഒരു കാര്യമാണ് എന്ന രീതിയിൽ അത് നേടിയെടുക്കാനുള്ള ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ച് നിൽക്കുന്ന പോലെ നിന്ന് കഴിഞ്ഞാലൊന്നും കാര്യങ്ങൾ നടക്കില്ല എന്ന് സാരം. ഓക്കെ, പിന്നെ ഇവിടെ ടൈമിങ്ങിന്റെ ഒരു എനർജി നമ്മൾ നോക്കണം, എപ്പോൾ നടക്കും എന്നുള്ളൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ഉണ്ട്, പേജ് ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. ഈ രണ്ട് കാർഡുകളും പറയുന്നത് കാര്യങ്ങളൊക്കെ വളരെ പതുക്കെയാണ് മുന്നോട്ടേക്ക് പോകുള്ളൂ എന്നാണ്. പക്ഷെ പതുക്കെയാണെങ്കിലും ഒരു സ്ഥിരതയുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. വേഗതയല്ല, ദീർഘകാല സ്ഥിരതയാണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാനായിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ എന്ത് കാര്യമാണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ആ കാര്യം നിങ്ങളിലേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അതാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ടൈമിങ്ങിലേക്ക് വരുമ്പോൾ. അതിനാൽ തന്നെ ഇതൊരു നാളെ നടക്കും എന്ന തരത്തിലുള്ള ഒരു ഊർജ്ജമല്ല, അല്ലെങ്കിൽ ഒരു എനർജി അല്ല എന്ന് മനസ്സിലാക്കുക. പക്ഷെ ശരിയായ സമയത്ത് ഉറച്ച ഒരു അടിത്തറയോടെ ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടും എന്നുള്ള തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ ചോദിച്ചത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുമോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ എസ് എന്നുള്ള എനർജി തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന് പറയുന്നു. ഒരു പേഴ്സണൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങളോടൊപ്പം പാർട്ട്ണറായിട്ട് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു വ്യക്തി തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടായിട്ട് എന്നും നിങ്ങളോടൊപ്പം കൂടെ ഇരിക്കേണ്ട ഒരു പേഴ്സൺ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഇന്നൊരു സിറ്റുവേഷൻ, ഒരു സക്സസ്, ഫൈനാൻഷ്യൽ പരമായിട്ടുള്ള സക്സസ്, അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിലേക്ക് എത്തുക തന്നെ ചെയ്യും. പക്ഷെ ഇവിടെ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് ആണ്, അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ കാർഡുകൾ പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ജീവിത പാതയിൽ ഏറ്റവും പ്രധാനമുള്ള ഒന്നാണ്. ഇപ്പോൾ വരുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നാം, അല്ലെങ്കിൽ ഇനി ഒരിക്കലും കിട്ടില്ല എന്നതുപോലെയൊക്കെ നിങ്ങൾക്ക് തോന്നാം. അപ്പം വിധിയുടെ ആ ഒരു ചക്രം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് നിരാശയോ സംശയമോ ഒക്കെ കാരണം ആ ഒരു നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന അവസരങ്ങൾ, എന്തെങ്കിലും ഒരു ചെറിയ അവസരങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതൊന്നും നഷ്ടപ്പെടുത്തരുത്. ക്ഷമയോടുകൂടി അപ്പൊ നമ്മൾ അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി ആക്ഷൻ ഇട്ട് എഫേർട്ട് ഇട്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരു ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ ആർക്കാണെങ്കിലും ഒരു മടുപ്പ് തോന്നും. ആ ഒരു മടുപ്പ് തോന്നുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം. ഈ ഒരു കാര്യം എനിക്ക് ആവശ്യമാണ്, ഈ ഒരു സമയവും കടന്നു പോകും എന്നുള്ള രീതിയിൽ വീണ്ടും നമ്മൾ അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അത് ആ ഒരു മടുപ്പിന് ശേഷവും ട്രൈ ചെയ്യുന്നവർക്കാണ് അത് കിട്ടുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ ക്ഷമയോടും വിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോവുക. ശരിയായ സമയത്ത് വ്യക്തതയും പുതിയ തുടക്കവും ലഭിക്കാനുള്ള സാധ്യത വളരെ ശക്തമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യം നമ്മളോട് യൂണിവേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗൈഡൻസും കൂടി ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹാങ്ഡ് മാൻ ഉണ്ട്, അതുപോലെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ഉണ്ട്, എംപറർ കാർഡ് ഉണ്ട്, ഏസ് ഓഫ് സോർഡ്സ് ഉണ്ട്, 7 ഓഫ് വാൻഡ്സ് ഉണ്ട്. ഈ ഒരു കാർഡുകൾ ചേർന്ന് നൽകുന്ന ഒരു ഉപദേശമാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ മെസ്സേജ് എന്ന് പറയാൻ നമുക്ക് കാത്തിരിക്കുക, പക്ഷെ വെറുതെ കാത്തിരിക്കരുത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ ആ ഒരു നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഒരു പേഴ്സൺ ആയിക്കോട്ടെ, സിറ്റുവേഷൻ ആയിക്കോട്ടെ, ജോബ് ആയിക്കോട്ടെ, എന്താണെങ്കിലും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക, പക്ഷെ വെറുതെ കാത്തിരിക്കരുത്. അതായത് ഹാങ്ഡ് മാൻ പറയുന്നത് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ല എന്നുള്ളൊരു കാര്യമാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു വ്യക്തിക്ക് മെസ്സേജ് അല്ലെങ്കിൽ കോണ്ടാക്റ്റിനായിട്ട് ഒരു വ്യക്തിയുടെ അടുത്തുനിന്ന് ഒരു മെസ്സേജ്, ഒരു കോണ്ടാക്റ്റിനായിട്ടൊക്കെ കാത്തിരിക്കുകയാണെന്ന് കരുതാം. അപ്പൊ ദിവസവും ഇങ്ങനെ ഫോൺ നോക്കി ഇന്ന് വരുമോ നാളെ വരുമോ, അയ്യോ അവരെന്നെ മെസ്സേജ് അയക്കാതെ, എങ്ങനെയൊക്കെ ചിന്തിച്ച് ഒരിക്കലും വിഷമിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തുക. നിങ്ങളുടെ ജോലി, പഠനം, കുടുംബം, സ്വന്തം സന്തോഷം, ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കുക. കാര്യങ്ങളൊക്കെ നടക്കേണ്ടതാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരേണ്ടതാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ടതാണെങ്കിൽ, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണെങ്കിൽ അതൊരു ശരിയായ സമയത്ത് തന്നെ നടന്നുകൊള്ളും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു ശരിയായ സമയത്ത് അവരെത്തിക്കൊള്ളും. അപ്പം പിന്നെ നമുക്ക് യൂണിവേഴ്സ് തരുന്നൊരു വ്യക്തതയില്ലാത്ത കാര്യങ്ങളിൽ ഊഹാപോഹങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഓവർ തിങ്കിങ് കുറയ്ക്കുക. ഏസ് ഓഫ് സോൾസിന്റെ എനർജി അതാണ് പറയുന്നത്. സത്യവും വ്യക്തതയും ആവശ്യപ്പെടുന്നുണ്ട്. ഉദാഹരണം, ഒരു വ്യക്തി ഇപ്പോ സൈലന്റ് ആണെങ്കിൽ അവര് ഇപ്പോ നമ്മളുമായിട്ട് സെപ്പറേഷനിലാണ്, അല്ലെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, മൊത്തത്തിൽ ആ വ്യക്തിയുടെ ഒരു കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നില്ല, പക്ഷെ നിങ്ങളോട് മിണ്ടാതെ ഇങ്ങനെ മാറി നിൽക്കുകയാണ്, അവോയ്ഡ് ചെയ്യുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുവാണ്. അപ്പൊ ആ ഒരു സമയത്ത് അവരെന്നെ വെറുക്കുന്നുണ്ടാകും, അവർക്ക് മറ്റാരെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ എന്നേക്കാൾ സ്നേഹം അവരോ മറ്റാ ഒരു പേഴ്സണോടായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും നാളും അവരെന്നെ പറ്റിക്കുകയായിരുന്നു, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ മനസ്സിൽ നമ്മൾ സ്വന്തമായിട്ട് കഥകൾ ഉണ്ടാക്കാം. ഇത് അവോയ്ഡ് ചെയ്യാനാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ എനിക്ക് യഥാർത്ഥമായിട്ടുള്ള സത്യം അറിയില്ല എന്താണ് എന്നുള്ളത്, ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ആ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ള രീതിയിൽ ചിന്തിക്കുക.
അല്ലെങ്കിൽ അതിനൊരു വ്യക്തത വരുന്നത് വരെ നിങ്ങൾ കുറച്ചൊരു ചിന്തകൾ ഒഴിവാക്കുക, നിങ്ങളുടെ നിഗമനങ്ങളിൽ നിങ്ങൾ എത്താതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒരിക്കലും പോസ് ചെയ്ത് നിർത്തരുത് എന്നുള്ളതാണ്. കാരണം ഏസ് ഓഫ് പെന്റക്കിൾസ് ഉണ്ട്, പേജ് ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. ഈ രണ്ട് കാർഡുകൾ പറയുന്നത് പുതിയ അവസരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ്. അതായത് നിങ്ങളുടെ മുന്നിലുള്ള പുതിയ അവസരങ്ങൾ നിങ്ങൾ തേടി പിടിച്ച് കണ്ടെത്തി അതിലേക്ക് പോവുക. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പ് കാത്തിരിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പൊ ജീവിതത്തിലെ ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ നിർത്തി വെച്ചിട്ട് ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കരുത്. ആ ഒരു കാര്യം അവിടെ ഉണ്ട്, ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനുള്ളതാണെങ്കിൽ സമയത്ത് നിങ്ങളിലേക്ക് വന്നോളും. നിങ്ങൾ അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. ആ ഒരു കൂൾ ഓഫ് മൈൻഡിലേക്ക് വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ ഒരു കൂൾ ഓഫ് മൈൻഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു പ്രതീക്ഷകൾ നമ്മൾ വെക്കുന്നില്ല. പിന്നെ വരുവാണോ വളരെ സന്തോഷം എന്നുള്ള രീതിയിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ആ ഒരു ഫോക്കസ് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുതിയ പുതിയ സ്കില്ലുകൾ പഠിക്കുക, കരിയറിലൊക്കെ മുന്നേറുക, പുതിയ പുതിയ ഹോബീസുകൾ കണ്ടെത്തി അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഡെസ്റ്റിനിയിലുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. പക്ഷെ നിങ്ങളുടെ വളർച്ച നിങ്ങൾ നിർത്തിക്കളയരുത്. ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഓക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ വട്ടപൂജ്യമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് പോയുന്ന ഒരു അവസ്ഥയിലേക്ക് അങ്ങനെയൊന്നും നിങ്ങൾ എത്തിപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾക്ക് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു തരുന്നത് ക്യൂൻ ഓഫ് കപ്സ് ഉണ്ട്, അതുപോലെ എംബർ കാർഡ് ഉണ്ട്. ഈ രണ്ട് കാർഡും കൂടെ ചേർന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ഹൃദയം പറയുന്ന, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യമൊക്കെ വരുവാണെങ്കിൽ ഹൃദയത്തിൽ ഒത്തിരി സ്നേഹവും കാര്യങ്ങളൊക്കെ ഒരു പേഴ്സണോടും ഉണ്ട്, അവരെ വിട്ടു പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല, അതൊക്കെ അറ്റാച്ച്മെന്റ് ഉണ്ട്, അതൊക്കെ ഓക്കെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഹൃദയത്തെ മനസ്സിലാക്കാൻ നിങ്ങൾക്കല്ലാതെ വേറെ ഒരാൾക്കും കഴിയത്തില്ല. അപ്പൊ അത് നിങ്ങൾ എടുക്കുക. അതോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന ആ ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ കാണാനായിട്ട് അല്ലെങ്കിൽ കേൾക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ വളരെ ഇഷ്ടമാണ്, അവരില്ലാതെ എനിക്ക് പറ്റില്ല എന്ന രീതിയിൽ ഒത്തിരി നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കാം. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങൾ ആ ഒരു അവിടെയുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവര് നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവര് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് കാണിക്കുന്നുണ്ടോ, അവര് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നുകൂടി നിങ്ങൾ പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമ്പോൾ അവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ എഫേർട്ട് ഇടുന്നില്ല, അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല, അപ്പൊ നമുക്കവിടെ എത്ര നമ്മൾക്ക് ഇപ്പൊ ആ ഒരു പേഴ്സണെ ഒത്തിരി ഇഷ്ടമാണെങ്കിൽ പോലും നമ്മൾ അവിടെ എത്ര അവരെ പൊട്ടിയിട്ട് മറയ്ക്കാൻ ശ്രമിച്ചാലും യാഥാർത്ഥ്യം അവിടെ യാഥാർത്ഥ്യമാണ്. നിങ്ങളെ ശരിക്കും ഇഷ്ടമുള്ള ഒരാള് നിങ്ങളെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കോ, നിങ്ങളെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് ചെയ്യാതിരിക്കോ, നിങ്ങളെ റെസ്പെക്ട് ചെയ്യാതിരിക്കോ ചെയ്യില്ല. അപ്പൊ അങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ അത് ഓക്കെ അല്ല എന്നുള്ളൊരു കാര്യം. അതായത് ആ പേഴ്സൺ ശരിക്കും നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പം എങ്കിലും നമ്മുടെ ആ ഒരു അറ്റാച്ച്മെന്റ് കൊണ്ടും നമ്മുടെ ആ ഒരു വ്യക്തിയോടുള്ള അമിതമായ ആ ഒരു സ്നേഹം കൊണ്ടും നമ്മൾ തന്നെ പറഞ്ഞ് നമ്മളെ തന്നെ വിഡ്ഢിയാക്കാനായിട്ട് നിൽക്കരുത് എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങളുടെ ഹൃദയം പറയുന്ന ഓക്കെ, നിങ്ങൾക്ക് ആ പേഴ്സണെ ഇഷ്ടമാണോ, നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണോ, നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നത് അത് ഓക്കെ, അതവിടെ ഉണ്ട്, അത് നമ്മൾ അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു പേഴ്സണെ നിങ്ങൾ അത്ര കെയർ ചെയ്യുന്നില്ല, എഫേർട്ട് ഇടുന്നില്ല, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാര്യം അതവിടെ സത്യമാണ് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം എന്ന് യൂണിവേഴ്സിലൂടെ നമുക്ക് പറയുന്നുണ്ട്. പിന്നെ പ്രതീക്ഷ കൈവിടരുത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പ്രതീക്ഷ കൈവിടാതെ ഒരു പിടിവാശി എടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. പ്രതീക്ഷ കൈവിടരുത്, അതോടൊപ്പം തന്നെ ഒരു പിടിവാശിയായിട്ട് അത് കിട്ടണം എന്ന രീതിയിൽ ഇരിക്കുകയും വേണ്ട എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അവിടെ 7 ഓഫ് വാൻഡ്സും 5 ഓഫ് കപ്സും ആണ്. ഇവയുടെ സന്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് നിരാശ വരും. ഓരോ കാര്യങ്ങളും നമ്മൾ ഒരു കാര്യത്തിനോട് ഒത്തിരി എഫേർട്ടൊക്കെ ഇട്ടിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകുമ്പോൾ നമുക്ക് നിരാശ വരും. പക്ഷെ നിരാശ വന്നിട്ട് നമ്മൾ അവിടെ തളർന്നു കുത്തിയിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല, നമ്മൾ മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കണം എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് കിട്ടാനായിട്ട് ഒത്തിരി വൈകി കഴിഞ്ഞാൽ നമ്മൾ ഇനി അതൊന്നും കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഇനി അവളൊന്നും വരാൻ പോകുന്നില്ല, അവനൊന്നും ഇനി വരാൻ പോകുന്നില്ല, ഇനി അതിൻ്റെ ഒരു ചാൻസേ ഇല്ല, ഇനി ഒരിക്കലും അത് നടക്കില്ല, ഞാൻ ഒത്തിരി ഇതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തു, ഇനി അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നമ്മൾ സ്വയം അങ്ങ് തീരുമാനിക്കുന്നു. അങ്ങനെ ഒരിക്കലും ചെയ്ത് ഇപ്പൊ അത് കുറച്ച് വൈകുന്നു, പക്ഷെ എന്റെ ജീവിതത്തിൽ ഇപ്പൊ അത് ആവശ്യമില്ലായിരിക്കും. പക്ഷെ എന്റെ ജീവിതത്തിൽ എപ്പോ ആ ഒരു കാര്യം ആവശ്യമുണ്ട് എങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു സംഭവം എന്നിലേക്ക് വന്നെത്തിക്കൊള്ളും, അല്ലെങ്കിൽ വന്നെത്തും. ഇനി ഇപ്പോ നിലവിൽ ആ കാര്യം എന്റെ കൂടെ ഇല്ലെങ്കിൽ പോലും എന്റെ ജീവിതം ഞാൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകും എന്നൊരു രീതിയിലുള്ള മനോഭാവം സ്വീകരിക്കാനായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ,
അപ്പം ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് യൂണിവേഴ്സിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടാനുള്ള സാധ്യത ഉറപ്പായിട്ട് നമുക്ക് യൂണിവേഴ്സിനോട് പറഞ്ഞു തരുന്നുണ്ട്. അതെന്താണെങ്കിലും അത് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അതിനെ പിന്തുടർന്ന് ഇങ്ങനെ പോകുന്നതിനിടയിൽ നിങ്ങളുടെ ആ ഒരു ജീവിതം, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മറക്കരുത്. കാത്തിരിക്കുക, പക്ഷെ നിങ്ങളും അതിനോടൊപ്പം തന്നെ ഗ്രോത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്നേഹിക്കുക, പക്ഷെ നിങ്ങളെ സ്വയം നഷ്ടപ്പെടുത്തരുത്. പ്രതീക്ഷ വെക്കുക, പക്ഷെ ആ ഒരു സക്സസിന്റെ മാത്രം അതൊരു ബലമായിട്ട് നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വസ്തുവായിട്ട് നിർത്താനായിട്ട് ശ്രമിക്കരുത് എന്നുള്ളതാണ്. അപ്പം നിങ്ങളൊരു വിത്ത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവസവും മണ്ണ് കിളച്ച് അല്ലെങ്കിൽ കുഴിച്ച് നോക്കിയിട്ട് അത് മുളച്ചോ എന്ന് നമ്മളിപ്പോൾ നോക്കുവാന്നിരിക്കട്ടെ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് വേഗം വളരില്ല എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം അതിന് കുറച്ച് വെള്ളം കൊടുക്കുക, പരിപാലിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. അപ്പം ആ ഒരു വിത്ത് മണ്ണിൽ നിന്ന് പതിയെ മുളച്ച് നല്ല രീതിയിൽ പുറത്തേക്ക് മുളച്ച് ഇങ്ങനെ വരും. നമ്മളത് എപ്പോഴും ഇതിങ്ങനെ കുഴിച്ച് അതേ മുളച്ച് നോക്കി കഴിഞ്ഞാൽ അത് പോകും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പം ക്ഷമയോടെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പരിപാലിച്ച് അതൊരു സന്തോഷമായിട്ട് കണ്ട് നല്ല ക്ഷമയോടെ കാത്തിരിക്കുക. അപ്പോൾ അത് നിങ്ങളിലേക്ക് വന്നെത്തും എന്നുള്ളതാണ്. അപ്പൊ ക്ഷമയോടെ മുന്നോട്ട് പോകും. ശരിയായ സമയത്ത് ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ റീഡിങ്ങിൽ കിട്ടുന്ന ഗൈഡൻസ് ആയിട്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു റീഡിങ്ങിന് ക്ലോസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. അപ്പൊ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ റീഡിങ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ആർക്കെങ്കിലും ഈ ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം നിങ്ങൾക്ക് സാധ്യമാകുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമോ എന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച, ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഒരു ജോബ് ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നിങ്ങളിലേക്ക് ഉറപ്പായിട്ടും എത്തും എന്നുള്ളൊരു കാര്യമാണ് യൂണിവേഴ്സിലൂടെ നമുക്ക് ഡയറക്റ്റ് പറഞ്ഞു തരുന്നത്. അങ്ങനെ പറഞ്ഞു തരുമ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കമന്റ് വഴി അറിയിക്കണം. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ അത്ര ആഗ്രഹിച്ച ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കരിയർ, ജോബ്, എന്ത് തന്നെ ആയിക്കോട്ടെ, ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിച്ചു എന്നറിയുമ്പോൾ നമുക്കും ഒത്തിരി സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.